സാധാരണ എ സി വർക്ക് ചെയ്യുന്നതിൻ്റെ റിവേഴ്സാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അതായത് എ സിയുടെ ഔട്ട്ഡോർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫാനിൻ്റെ അടുത്ത് ചൂട് കാറ്റാണ് വരുന്നത്. ഹീറ്റ് പമ്പിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്ഡോറിൻ്റെ അവിടെ തണുത്ത കാറ്റാണ് വരുന്നത്. ഇവിടെ MLC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ടാങ്കിൻ്റെ മുകളിലും അതുപോലെ ഔട്ട്ഡോറിൻ്റെ മുകളിലും വരുന്ന എല്ലാ കണക്ഷനുകളും 3/4 ഇഞ്ച് ത്രെഡാണ്. ടാങ്കിൻ്റെ അടിയിൽ കാണുന്ന ഈ കണക്ഷനാണ് ഇതിൻ്റെ ഇൻലെറ്റ് വരുന്നത്. ടാങ്കിൻ്റെ ഇൻലെറ്റിൽ ഒരു വാൽവും അതുപോലെ ഒരു നോൺ റിട്ടേൺ വാൽവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ഇൻലെറ്റിൻ്റെ നേരെ മുകളിലുള്ള കണക്ഷനാണ് സർക്കുലേഷൻ ഔട്ട്ലെറ്റ്. ഈ കണക്ഷൻ നേരെ പോകുന്നത് ഔട്ട്ഡോറിൻ്റെ ഇൻലെറ്റിലേക്കാണ്. ഇവിടെയാണ് ഔട്ട്ഡോറിൻ്റെ ഇൻലെറ്റ് വരുന്നത്. ഔട്ട്ഡോറിൻ്റെ ഉള്ളിൽ സർക്കുലേഷൻ പമ്പ് വെച്ച് വെള്ളം വലിച്ച് ചൂടാക്കിയതിന് ശേഷം ടാങ്കിലേക്ക് വീണ്ടും തിരിച്ച് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഔട്ട്ഡോറിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പാണ് ഈ കാണുന്നത്. ഈ പൈപ്പ് നേരെ ടാങ്കിൻ്റെ സർക്കുലേഷൻ ഇൻലെറ്റിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ സർക്കുലേഷൻ ഇൻലെറ്റിൽ നമ്മളൊരു എയർ റിലീസ് വാൽവും ഒരു